ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ വൂളൻ ത്രെഡ് കൊണ്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. 5-6 രൂപയെ ഇതിനൊരു ബണ്ടിലിന് ഇത്ര ഒരു ബണ്ടിലിന് വില വരികയുള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഐഡിയാസ് ആണ്. അതുപോലെ തന്നെ വളരെയധികം സ്റ്റിച്ചിങ് അറിയണമെന്നുമില്ല. സ്റ്റിച്ചിങ് ജസ്റ്റ് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ്. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക എല്ലാവരും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഈ 3 കളർ നൂലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ നൂലിൻ്റെ നീളം, ഇതിനെടുക്കുന്ന നീളം എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടോ. വളരെ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് വേണം. 60 സെൻറ്റിമീറ്റർ. ഈ 60 സെൻറ്റിമീറ്ററിലുള്ള ഇതേ കളറിലുള്ള 12 ത്രെഡ് എടുക്കുക. ഇതുപോലെ ബാക്കി 3 കളറുകളും ഇതുപോലെ തന്നെ എടുക്കുക. ഞാനിവിടെ ഇങ്ങനെ 60 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇത് 3 ത്രെഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബഞ്ച് വന്നിട്ട് 12 എണ്ണം 12 നമ്പേഴ്സ് ആണ് ഉള്ളത്. എന്നിട്ട് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ ത്രെഡ് ഉപയോഗിച്ച് കെട്ടുന്നു. ഇതുപോലെ 3 എണ്ണം ഞാൻ ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ടൈ ചെയ്യുന്നു. ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ആയിട്ടൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഞാനിത് 3 ഇതും കൂടി പിന്നിയാണ് എടുക്കുന്നത്, ഈ 3 ത്രെഡും കൂടി. അപ്പോൾ അത് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മീതിയായിട്ട് ഒരു വെയിറ്റ് വെച്ചിരിക്കുന്നു. ഇനി നമുക്കിത് സാധാരണ മുടി പിന്നുന്നത് പോലെ ഇങ്ങനെ പിന്നിയെടുക്കാം. ഒത്തിരി വലിച്ച് ടൈറ്റാക്കി പിന്നരുത്. സാമാന്യം ഭംഗി വരത്തക്ക രീതിയിൽ. ഒത്തിരി ടൈറ്റാക്കിയാൽ ആ ഭംഗി വരില്ലല്ലോ. ഇതേപോലെ ഫുള്ളായിട്ട് പിന്നിയെടുക്കുക. ഇത്ര ഇങ്ങനെ ബാലൻസ് നമുക്ക് കുറച്ച് ത്രെഡ് കിടക്കത്തക്ക രീതിയിൽ വരുമ്പോൾ ഇവിടെ കെട്ട് വെക്കുക. ഇതുപോലെ 5 എണ്ണം 5 നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ 5 എണ്ണം ഇതുപോലെ കണ്ടോ പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് തയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ സൂചിയും നൂലും ഉപയോഗിച്ചിട്ടാണ്. ഇത്തിരി വലിയ സൂചി വേണം കേട്ടോ. നമ്മൾ സാധാരണ തുണിയിൽ തയ്ക്കുന്ന സൂചിയേക്കാൾ വലിപ്പമുള്ള സൂചി വേണം. ത്രെഡ് ഈ വൂളൻ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണ്. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഓരോ ബീഡ് കൂടി കോർത്തിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നന്നായിട്ട് തയ്ച്ചെടുക്കുക. ഒന്നിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ എൻഡ് വരെയും ഇതുപോലെ തയ്ച്ചെടുക്കുക. ഞാനിവിടെ ഇത് പരസ്പരം കൂട്ടി തയ്ച്ചിട്ടുണ്ട്. കൈ കൊണ്ടാണ് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ബീഡ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. തുണിയുടെ നീളവും വീതിയും ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. 10 ഇഞ്ച് വീതിയാണുള്ളത്. ലെങ്ത് വന്നിട്ട് 18 ഇഞ്ച് ലെങ്ത് ആണുള്ളത്. ഇനി നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഇതൊന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തൊന്ന് തയ്ക്കുന്നു. ഇതുപോലെ 4 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് ഫോൾഡ് ചെയ്ത് തയ്ക്കുക. ഈ 2 സൈഡും തയ്ക്കുക. അതുപോലെ തന്നെ മുകളിലും താഴെയും ഒരല്പം വീതിക്ക് 1 ഇഞ്ച് വീതിയിൽ ഈ വീതിക്ക് ഫോൾഡ് ചെയ്തൊന്ന് ഇങ്ങനെ 4 സൈഡും തയ്ച്ചെടുക്കുക. ഞാൻ ഈ ക്ലോത്ത് 4 സൈഡും മടക്കി തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ വൂളൻ ത്രെഡ് എടുത്ത് ഇതിൻ്റെ മേലേക്ക് വെക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ 2 സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കളയുക. ഈ ത്രെഡ് ഇങ്ങനെ നീണ്ട് കിടക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വെച്ചിട്ട് അതിനുശേഷം നമ്മൾ 2 സൈഡും ട്രിം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ക്ലോത്തിലേക്ക് ഈ വൂളൻ ത്രെഡ് നമ്മൾ കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിക്കുക. ഈ പോർഷൻ തൊട്ട് തുടങ്ങുക കേട്ടോ. ഇവിടം തൊട്ട് തയ്ച്ച് ഇങ്ങനെ കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിക്കുക. മെഷീനിൽ ഇത് തയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയും ത്രെഡ് ഉള്ളതുകൊണ്ട്. ഇതുപോലെ ഞാനിത് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒട്ടിച്ചാലും മതി കേട്ടോ. തയ്ക്കണം എന്ന് തന്നെയൊന്നും ഇല്ല. ഇനി നമുക്കിത് കൃത്യം ഇങ്ങനെ പകുതിയായിട്ട് മടക്കി ഈ 2 ഭാഗവും ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ പോർഷൻ വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കയറ്റി ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. ഒന്ന് കർവാക്കി ഈ പോർഷനിൽ ഇങ്ങനെ ഒന്ന് കർവാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ 2 സൈഡും തയ്ച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കർവായിട്ട് തന്നെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്യാം.
കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കർവായിട്ട് തയ്ക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത്തിരി വിടർന്നു ഇരിക്കും. കണ്ടോ ഈ രണ്ട് സൈഡും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏത് വലിപ്പത്തിലുള്ള വലിയ ബാഗുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ എണ്ണം കൂട്ടണം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നീളവും കൂട്ടാം. നീളം വലിയ ബാഗ് വേണമെങ്കിൽ ഇതിൻ്റെ നീളം എടുത്ത നീളവും ഇതിൻ്റെ എണ്ണവും കൂട്ടിയാൽ മാത്രം മതി. നിങ്ങൾക്ക് എത്ര വലിയ ബാഗ് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഇതിനൊരു സ്ട്രിങ് പോലെ ഇതുപോലെ കൂടി ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം കനം കുറച്ചിട്ടാണ് ഇതിനെടുത്തിരിക്കുന്നത്. 12 എണ്ണമാണെങ്കിൽ ഇത് 6 എണ്ണമേ എടുത്തിട്ടുള്ളൂ. അല്പം നീളം കൂട്ടിയിട്ട് ഇതിനെയും ഇതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഞാൻ സിപ്പൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സിബ് അറ്റാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വെൽക്രോ പോലെ എന്തെങ്കിലും ഒട്ടിച്ചെടുക്കുന്ന സാധനങ്ങൾ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ ഈ സ്ട്രിങ് കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. കൈകൊണ്ട് തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് മുടി പിന്നാൻ അറിയാവുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം. ഇനി ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ, ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്കെയിലാണ്. അപ്പം സ്കെയിൽ തന്നെ വേണം എന്നില്ല. ഈ മെഷർമെൻറ്റിലുള്ള നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് തന്നെ വല്ലതും വെട്ടിയെടുത്ത് ഇതേപോലെയുള്ള ഒരു സാധനമായാലും മതി. പിന്നെ വേണ്ടത് കത്രിക, പിന്നെ സെല്ലോ ടേപ്പ്, പിന്നെ വൂളൻ ത്രെഡ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ആവശ്യത്തിന് വൂളൻ ത്രെഡും വേണം. ആദ്യം ഈ ത്രെഡ് ഇങ്ങനെ നമുക്ക് ഈ സ്കെയിലിലേക്ക് ചുറ്റാം. ആദ്യമായിട്ട് ചുറ്റുമ്പോൾ ഒന്ന് ഇപ്പുറത്തൂടെ ചുറ്റിയ ഈ എൻഡ് ഒന്ന് ഊരിപ്പോവാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് ചുറ്റുക. എന്നിട്ട് ഒത്തിരി വലിച്ചു പിടിച്ച് ചുറ്റണ്ട, ലേശം ലൂസാക്കി തന്നെ ചുറ്റാം കേട്ടോ. ഒത്തിരി ടൈറ്റ് ചെയ്യണ്ട. സാധാരണ ചുറ്റുന്ന പോലെ ഇങ്ങനെ ചുറ്റിയാൽ മതി. ഇത് നമുക്കിതിനെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ ബാക്കിലേക്ക് ആക്കി ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. സ്കെയിലിൻ്റെ ഇവിടം വരെയും ഇങ്ങനെ ബാക്കിലേക്ക് ആക്കി ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കുക. എൻഡ് പോർഷൻ വരുമ്പോൾ നൂല് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. നൂല് ഇങ്ങോട്ടേക്ക് വെക്കുന്നത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മെല്ലെ ഈ സ്കെയിലിൽ നിന്ന് ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ വലിച്ചെടുത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെയുള്ള കുറേ വേറെ വെറൈറ്റി കളറുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഇത്ര എണ്ണം ഞാൻ പല കളറിലുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനൊരു മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 20 ഇഞ്ച് നീളമാണുള്ളത്. വീതി വന്നിട്ട് 13 ഇഞ്ച് വീതിയാണുള്ളത്. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ 4 സൈഡ് ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്ത ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ സ്ട്രിപ്പ് ഇതിലേക്ക് വെച്ച് ഞാൻ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു കൂടി ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു കൂടി നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്തു പോകാം. ഇതുപോലെ നമുക്ക് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു പോവാം. ഇതുപോലെ സെൻറ്റർ പോർഷനിൽ കൂടി തയ്ച്ചു പോവുക. നമുക്കിത് സാധാരണ സിംഗിൾ മെഷീനിലാണ് ഞാനിപ്പോൾ തയ്ക്കുന്നത് കേട്ടോ. സാധാരണ മെഷീനിലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഓരോ സ്ട്രിപ്പും ഇതുപോലെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻസ് ഒക്കെ മാറ്റാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത്. ഇതിൻ്റെ മറുഭാഗം ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതിങ്ങനെ ഇതുപോലെ ഒരു ചെറിയ കട്ടർ ഉപയോഗിച്ച് ഇതിൻ്റെ ഇടയിലേക്ക് ഇതിങ്ങനെ കടത്തി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. വിടർന്നു വരും. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ട്രിപ്പും കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു മാറ്റ് നമുക്ക് കിട്ടും. നമുക്ക് വളരെ
ചീപ്പ് റേറ്റിൽ വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു മാറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് ഡോർ മാറ്റായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കുറേയും കൂടി വലുതുണ്ടാക്കിയാൽ ഇതുപോലെ ജീൻസിൻ്റെ ഒരു കാലിൻ്റെ ഭാഗമാണ് മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. 2 പീസേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസ് മുറിച്ചെടുക്കുക. ഇനി അതിനുശേഷം ഒരു പേപ്പർ കട്ടിങ് ഇതുപോലെ ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പേപ്പർ ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഒന്ന് വരയ്ക്കുക. ഇതിൻ്റെ ഈ സൈഡിൽ കൂടി വരച്ചിട്ട് ഈ ഷേപ്പിൽ നമുക്ക് ഈ ക്ലോത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജീൻസിൻ്റെ ഈ ക്ലോത്തും ആ പേപ്പറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വൂളൻ ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ വിരലിൽ ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കളർ നൂല് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് മെല്ലെ ഇങ്ങനെ ഇതുപോലെ കുറേ അധികം നൂലുകൾ നമ്മൾ ഇതുപോലെ എടുത്തുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂല് ഇവിടെ വെച്ചൊരു പാറ്റേണിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ കറുത്ത നൂല് നമ്മൾ ടൈ ചെയ്തിരിക്കുന്ന ഈ നൂലെടുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ചു പോവുക. ഞാൻ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ തുണി ഈ നൂലിങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഈ ബ്ലാക്ക് നൂല് നമ്മൾ കെട്ടിയിട്ട ഈ നൂല് കട്ട് ചെയ്ത് കളയുന്നു. നമ്മൾ ടൈ ചെയ്ത ആ നൂലെടുത്ത് മാറ്റിയിട്ട് ഒന്ന് പരത്തി വെക്കുന്നു. കാര്യം മെഷീനിൽ കൂടി ഇത് കടക്കണമല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. 2 or 3 പ്രാവശ്യം തയ്ക്കാം കേട്ടോ. ഇത് നമുക്ക് സാധാരണ തയ്യൽ മെഷീനിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത ബണ്ടിലും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ നൂല് ടൈ ചെയ്തിരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ തന്നെ ഒന്ന് പരത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ബണ്ടിലായിട്ട് എടുത്ത് വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ സൈഡിൽ കൂടി ആദ്യം സ്റ്റിച്ച് ചെയ്ത് പോവുക. അതിനുശേഷം ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ പോർഷൻ മുഴുവനും ഞാൻ ഈ റെഡ് നൂല് കൊണ്ട് തയ്ച്ച് കഴിഞ്ഞു. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ, 2-3 സ്റ്റിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതാ ഊരിപ്പോവും. അതുകൊണ്ടാണ്. ഇനി ഞാൻ അടുത്ത വേറെ കളറാണ് ഇതിൽ ചെയ്യുന്നത്. ഇതുപോലെ ഇതേ കണ്ടോ, ഇത് ഈ നൂലിങ്ങോട്ട് മാറ്റി നമ്മൾ ഇങ്ങനെ വെച്ച് ഇവിടെ വെച്ചിട്ടല്ല തയ്ക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പ് വരും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ. അപ്പം ഇത് കുറച്ച് ലേശം അടുപ്പിച്ച് വെക്കുക ഇങ്ങനെ. അപ്പം ഈ നൂലിങ്ങനെ മാറ്റിയിട്ട് കുറച്ച് ഗ്യാപ്പ്, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ, ഈ സ്റ്റിച്ചിൽ നിന്നും 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഈ ബണ്ടിൽ വെക്കുക. എന്നിട്ട് ഇത് തയ്ച്ചതുപോലെ തന്നെ ഈ നൂലൂരിയിട്ട് വെച്ച് തയ്ച്ച് പോകാം. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തും ആ ഗ്യാപ്പ് ശ്രദ്ധിച്ചോണം. ഞാൻ കുറേ നൂലുകൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ ഇതിനുള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പോവുകയാണ്, തയ്ച്ച് വെക്കാൻ പോവുകയാണ്. ഞാൻ ആ നൂല് മുഴുവനും വെച്ച് തയ്ച്ച് കഴിഞ്ഞു. കണ്ടോ, ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള വളരെ ഭംഗിയുള്ള ഒരു മാറ്റ് ഞാനിവിടെ തയ്ച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ഭംഗിയുള്ളതുമായ ഒരു മാറ്റാണിത്. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഫുള്ള് റെഡ് വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഒറ്റ കളറോ അല്ലെങ്കിൽ ഒരു 3-4 കളറുകളോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. വളരെ ഈസിയായിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ആദ്യം നമ്മൾ ഇതൊരു ഫോർക്ക് എടുക്കുക. എന്നിട്ട് ഫോർക്കിൽ ഇതുപോലെ ഒരു വൂളൻ ത്രെഡ് ഇങ്ങനെ
ഇത്രയും നീളത്തിൽ വരത്തക്ക രീതിയിൽ. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത ത്രെഡ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഭാഗത്തുകൂടി ഇങ്ങനെ കടത്തി വെക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റിയെടുക്കുക. നല്ല വലിച്ച് തന്നെ ചുറ്റാം കേട്ടോ. ഞാനിവിടെ 100 പ്രാവശ്യമാണ് ചുറ്റുന്നത്. അപ്പം കൂടുതൽ ചുറ്റിയാൽ കൂടുതൽ ഭംഗിയായിരിക്കും, അത്രയേ ഉള്ളൂ. ഇത് ഇത്ര എടുത്ത് ചുറ്റിയിട്ട് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡ് ഇങ്ങനെ മുമ്പിലേക്കാക്കി നമ്മൾ കെട്ടിയെടുക്കുക. നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയെടുക്കുക. ഇതുപോലെ കെട്ടിയിട്ടിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഈ ഫോർക്കിൽ നിന്ന് ഇതിങ്ങ് ഊരിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഊരിയെടുക്കുക. ഇനി നമുക്ക് ഈ 2 സൈഡും കെട്ടിയിട്ടതിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കത്രിക ഉപയോഗിച്ചോ ഇതുപോലെ കട്ടർ ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല റൗണ്ട് ഷേപ്പ് ആകത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് ഒരുപോലെ ആക്കുക. ഈ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കാത്ത പോലെ ഒരുപോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ റൗണ്ടായിട്ട് നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ റെഡും അതുപോലെ തന്നെ യെല്ലോയും വൈറ്റും കൊണ്ട് ഞാൻ കുറേ അധികം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ അധികം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം 10 എണ്ണം വീതമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈക്വൽ നമ്പേഴ്സാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ കമ്പി കൊണ്ട് ഇതുപോലെ ഒരു റൗണ്ടായിട്ട് വളച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കും കൂടി ഈ വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കുന്നു. ഇതുപോലെ നന്നായിട്ട് ചുറ്റിയെടുക്കുക. ഈ കമ്പി കാണാത്ത രീതിയിൽ വേണം, നല്ല പോലെ അടുപ്പിച്ച് ചുറ്റണം. ഇത് ഫുള്ള് റൗണ്ടായിട്ട് ഇങ്ങനെ ഈ വൂളൻ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ സൂചിയിൽ ഈ വൂളൻ ത്രെഡ് തന്നെ അടിയിൽ കെട്ടിട്ടിട്ട് എടുക്കുക. നമുക്കിതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് ആദ്യം വൈറ്റും പിന്നെ യെല്ലോ പിന്നെ റെഡ്. ഇനി ഇതുപോലെ ഇവിടെ ഒരു കെട്ടിട്ടിട്ട് ഒരു മുത്തുകൂടി ഇങ്ങനെ കോർക്കുന്നു. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഈ ത്രെഡിൻ്റെ നീളം നല്ല നീളത്തിൽ തന്നെ ഇടുക കേട്ടോ. ഈ ത്രെഡ് ഇതുപോലെ 10 എണ്ണവും 10 മാല പോലെ കൊരുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൽ വരുമ്പോൾ മുത്തിൻ്റെ എണ്ണം കൂടി വരും. 2 കണ്ടോ, അത് 3 മുത്തുണ്ട്. അങ്ങനെ അവസാനത്തേത് വരുമ്പോൾ 10 മുത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിങ് എടുക്കാം. എന്നിട്ട് ഈ റിങ്ങിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കെട്ടിയിടാം. അപ്പോൾ അതെങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണിച്ചുതരാം. ആദ്യം ഫസ്റ്റ് ഒന്നാമത്തെ എടുത്തു. ആദ്യത്തെ ത്രെഡ് ഇതെടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ കെട്ടി വെക്കുക. മുത്തിങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് വരത്തക്ക രീതിയിൽ വേണം കെട്ടാനായിട്ട്. അടുത്ത് നമ്മളിത് രണ്ടാമത്തെ ആ സ്ട്രിങ് എടുത്തു. ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതേ കണ്ടോ, ഇതിൻ്റെ എൻഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്യത്തക്ക രീതിയിൽ കണ്ടോ, ഇത് തീരുന്നിടത്ത് ഇത് തുടങ്ങണം. അങ്ങനെ വേണം ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ വേണം കെട്ടാൻ. അതുപോലെ തന്നെ ഇവിടെ നമ്മളിങ്ങനെ ഓരോ സ്ട്രിങ് കെട്ടുമ്പോൾ അടുത്തത് മൂന്നാമത്തെ എടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ നിന്നും ഇത് സ്റ്റാർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇതിങ്ങനെ വെച്ചിട്ട് വേണം ഇവിടെ കെട്ടാനായിട്ട്. ഈ ഗ്യാപ്പും ഏകദേശം ഈക്വലായിരിക്കണം. ഈ ഓരോ സ്ട്രിങ്ങിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും ഏകദേശം ഈക്വലായിട്ട് വരണം. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കെട്ടിപ്പോവുക. ഇതിൽ ഈ റിങ്ങിലെല്ലാം ഞാൻ കെട്ടി ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ ഓരോ സ്ട്രിങ് വീതം കയ്യിലെടുത്തിട്ട് പൊക്കിയെടുക്കാം. കാര്യം അല്ലെങ്കിൽ കുരുക്ക് വീഴും. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊന്ന് നോക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ദേ ഇവിടെ ഒരു കെട്ടിടുക. അത് സെൻറ്ററിലായിട്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ചരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കെട്ട് കൂടി ഇടാം. ഇവിടെ കൂടി ഒരു കെട്ടിട്ടിട്ട് ബാക്കി ഇങ്ങനെ ഒരുപോലെ ആക്കി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഇവിടെയും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇവിടെയും കൂടി ഒരു കെട്ടിട്ടിട്ട് ബാലൻസ് നമ്മൾ ഒരുപോലെ ആക്കി കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ്സ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇത് തൂക്കിയിടാൻ പറ്റും. നല്ല ഭംഗിയാണ്. നമുക്ക് വളരെയധികം വലിയ ചിലവൊന്നുമില്ല. ഒരു 2 ബണ്ടിൽ വീതം മതി ഓരോ കളറും. ഈ തൂക്കിയിടുന്ന ത്രെഡിന് മാത്രം കുറച്ചധികം നൂല് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.